ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കണ്ടകശനിയുടെയും അഷ്ടമ രാഹുവിൻ്റെയും 2ൽ നിൽക്കുന്ന കേതുവിൻ്റെയും ദോഷങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം പൊതുവെ എല്ലാം പറയാൻ. 5ലാണ് ചൊവ്വ നിൽക്കുന്നത്. ശുക്രൻ്റെ കൂടെ 5ൽ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക്, പ്രത്യേകിച്ചും പെൺമക്കൾക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു. അവരുടെ ചില പ്രത്യേക പീരീഡുകളിൽ അവർക്കുണ്ടാകുന്ന ചില അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അല്പം കോംപ്ലിക്കേറ്റഡ് ആകാനുള്ളൊരു സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. അതുപോലെ ചൊവ്വയും ശുക്രനും ഒരുമിച്ച് നിൽക്കുമ്പോൾ അപവാദങ്ങൾക്ക് വിധേയമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാരനിലും അവർ ഉണ്ടാകാനുള്ള സാധ്യത, ചെയ്യാത്ത കാര്യങ്ങൾ ഏറ്റുപിടിക്കേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത് അഷ്ടമത്തിലെ രാഹുവിൻ്റെ സാന്നിധ്യം കൊണ്ടും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. സംശയദൃഷ്ടിയോടുകൂടി തങ്ങളെ മറ്റുള്ളവർ കാണുക. അതുപോലെ ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമൻ, ഈ ഭാഗങ്ങളിൽ ഇച്ചിങ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലെ ത്വക്കിന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ധാരാളം വെള്ളം കുടിക്കണം. രാഹു ആകുമ്പോൾ ഇൻഫെക്ഷൻ ഉള്ളിലും ഉണ്ടാകാം. അതുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. പൊതുവെ സന്താനങ്ങളുടെ ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ഗുണം കാണുന്നുണ്ട്. സാഹസികമായി പോലും അത്തരം കാര്യങ്ങൾ, അതായത് തങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ വന്ന് മനസ്സും മടുത്തു നിൽക്കുന്നൊരവസരം കാണുന്നില്ല. ഇത്തരം അവസ്ഥകളിൽ അവർ സ്വാഭാവികമായി ഫൈറ്റ് ചെയ്ത് നേടുന്ന ഒരു കാര്യമാണ് കാണുന്നത്, പ്രത്യേകിച്ചും ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വീര്യത്തോടു കൂടിയുള്ള വിജയവുമൊക്കെ ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29, 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2, 3 പൊതുവെ ഗുണകരമാണ്.